ഇടുക്കിയിലെ CPM നേതാവ് എസ് രാജേന്ദ്രൻ സംഘടനാ പ്രവർത്തനത്തിന് CPM അനുവദിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേണ്ട പ്രാധാന്യം നൽകിയില്ല. കുറച്ചുനാൾ കാത്തിരിക്കും, അതിനുശേഷം BJPയോ മറ്റേതെങ്കിലും പാർട്ടിയോ എന്നത് സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കുമെന്നും എസ് രാജേന്ദ്രൻ റിപ്പോർട്ടറോട് പറഞ്ഞു. CPMന്റെ പ്രധാന നേതാക്കന്മാരടക്കം BJPയിലേക്ക് പോകുന്നുവെന്ന വാർത്തകളും ചർച്ചകളും ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ ഇടുക്കിയിൽ വീണ്ടും ചർച്ചയാകുന്നത് എസ് രാജേന്ദ്രന്റെ BJP പ്രവേശമാണ്. രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന ചില വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. എന്തായിരുന്നാലും എസ് രാജേന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ രാജേന്ദ്രൻ, അങ്ങ് BJPയിലേക്ക് പോകുമോ, അത് CPMൽ സംഘടനാ രംഗത്ത് സജീവമാകുമോ? ഇതാണൊരു പ്രധാനമായി ചോദിക്കുന്ന ചോദ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. CPMലുണ്ട് എന്ന് പറയാം. CPM സംഘടനാ പ്രവർത്തനത്തിൽ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ പിന്നെ സസ്പെൻഷനിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് നേതൃത്വം ഇടപെടുകയും തിരിച്ചുവരവിലേക്ക് അവർ ശ്രമിക്കുകയും മെമ്പർഷിപ്പ് അടക്കം കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് സമയ സന്ദർഭങ്ങളിൽ പാർട്ടിയുടെ ചില ആളുകളുടെ തടസ്സം കാരണം നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാനും പ്രയാസമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിന് അങ്ങനെ സജീവമാകാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതാണ് അതിൻ്റെ ശരി. അപ്പോൾ ഇനി എന്താണ് എന്നുള്ളത് അങ്ങനെ നിൽക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ മീഡിയാസിന് നൽകിയിട്ടുള്ള വാർത്തകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. BJPയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ല. അതാണ് നേരത്തെ ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അതിൽ തന്നെയാണ്. ഇതുവരെ അങ്ങനെ ഒരു മാറ്റത്തിലേക്കും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ചില മാധ്യമങ്ങൾ BJPയിലേക്കുള്ള സാധ്യത എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. എൻ്റെ വിഷനിൽ ഉണ്ടാവില്ല. എൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ എൻ്റെ വിഷൻ കാണിച്ച് ലേഖകൻ പരാമർശങ്ങൾ അങ്ങനെ ഉണ്ടായേക്കാം. അവർ ഇപ്പം എങ്ങനെ വേണേലും നമ്മുടെ വാർത്തകൾ, നമ്മളുടെ വർത്തമാനങ്ങളിലെ വാർത്തകൾ എങ്ങനെ വേണേലും അവർക്ക് കൊടുക്കാം. അതിനിപ്പോൾ തടസ്സമില്ലല്ലോ. ഈ CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാർട്ടി ഇടപെടുകയും ഏതായിരുന്നു എസ് രാജേന്ദ്രൻ പ്രവർത്തിച്ചിരുന്ന ഒരു ഘടകം, ആ ഘടകത്തിൽ നിന്ന് പ്രവർത്തിക്കട്ടെ എന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. എന്തുകൊണ്ടാണ് എന്നിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് കൊണ്ടാണല്ലോ ഇത്രയും പ്രതിസന്ധികൾക്ക് നടുവിൽ പാർട്ടി BJPയിലേക്ക് പോകണോ എന്നത് പിന്നീട് തീരുമാനിക്കുമെന്നാണ് എസ് രാജേന്ദ്രൻ പറയുന്നത്. സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, EP ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദമൊക്കെ വരുന്നതിന് മുൻപ് വിവാദത്തിൽപ്പെട്ട ആളാണ് എസ് രാജേന്ദ്രൻ. ജാവദേക്കറുമായി അദ്ദേഹം ദില്ലിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് എസ് രാജേന്ദ്രനെ വീണ്ടും പാർട്ടി പരിപാടികളിൽ എത്തിച്ചുകൊണ്ട് CPM താൽക്കാലികമായ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കൺവെൻഷനുകളിൽ തനിക്ക് കൃത്യമായ പ്രാധാന്യം നൽകിയില്ല, സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ, വിമർശനങ്ങളാണ് ഇപ്പോഴും എസ് രാജേന്ദ്രൻ ഉയർത്തുന്നത്. BJPയിലേക്ക് പോകില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുമില്ല. വിനീത, അത്തരത്തിൽ തന്നെയാണ് ഈ BJP പ്രവേശനം, ഇല്ലെങ്കിൽ BJP എന്നല്ല മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകില്ല എന്നതിനെ സംബന്ധിച്ച് രാജേന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മുമ്പ് ഒക്കെ പലതവണ ആവർത്തിച്ച അക്കാര്യങ്ങൾ രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ BJPയിലേക്ക് പോകുന്നില്ല എന്ന നിലപാട് തന്നെ സ്വീകരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് രാജേന്ദ്രൻ എത്തുന്നത്. അത് ജില്ലാ നേതൃത്വവുമായി ചർച്ച ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ CV വർഗീസ്, MM മണി, KK ജയചന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും വിശദമായ ചർച്ച നടത്തുകയും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അതിനുശേഷമാണ് രാജേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് എത്തുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഒരു രണ്ടാം നിരക്കാരനായി രാജേന്ദ്രൻ ഇരിക്കുക മാത്രമാണ് ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിൽ തന്റെ ചിഹ്നം ഇതാണ്, അതിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് പറയുവാനുള്ള ഒരു അവസരം പോലും രാജേന്ദ്രന് നൽകിയില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ രാജേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം വ്യക്തമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകുമ്പോഴും പ്രാദേശിക നേതൃത്വം ചില ആളുകൾ എന്ന് മാത്രമാണ് രാജേന്ദ്രൻ പറയുന്നത്. ആ ഒരു വ്യക്തി തനിക്കെതിരെ നിലനിൽക്കുന്നു, താൻ ഈ പ്രവർത്തനങ്ങളിലേക്കൊന്നും എത്താൻ പാടില്ല എന്ന് തന്നെ തീരുമാനിക്കുന്നു എന്ന തരത്തിലാണ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് CPM നേതൃത്വത്തിന്റെ ഒരു നിലപാട്? കാരണം രാജേന്ദ്രൻ നിരന്തരമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിനുശേഷം എന്തുമായിക്കോട്ടെ എന്നതാണോ, അതോ രാജേന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? വിനീത, തീർച്ചയായിട്ടും രാജേന്ദ്രൻ പറയുന്നതനുസരിച്ച് രാജേന്ദ്രനുമായിട്ട് വിശദമായി സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. രാജേന്ദ്രൻ പരാതിയായി തന്നെ എഴുതി നൽകിയിരുന്നു. ആ എഴുതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ചർച്ച നടത്തിയത്. ഈ ഒരു വ്യക്തിക്കെതിരെ, ആ ഒരു വ്യക്തിക്ക് പാർട്ടിക്ക് അറിയാം എന്നുള്ളതാണ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്.
അയാളെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ആക്ഷേപം ഇനിയും സംഘടനാ രംഗത്ത് സജീവമായി താൻ രംഗത്തേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുവാനും കൊണ്ടുവരുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കൂടി നടപടി ഉണ്ടാകണം. ആ ഒരു വ്യക്തി ഉള്ളപ്പോൾ ഇല്ലെങ്കിൽ അത്തരമുള്ള ആളുകൾ ഇരിക്കുമ്പോൾ അത് മുമ്പോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. മറിച്ച് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഈ രാജയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്നും തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നും പാർട്ടിക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ പാർട്ടി എടുത്ത നടപടി തിരുത്തുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ആ നടപടി തിരുത്താത്തിടത്തോളം കാലം അത് പാർട്ടിയായി കണക്കാക്കാൻ കഴിയില്ല തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ ആരോപണം പാർട്ടിക്കെതിരെ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാജേന്ദ്രൻ പറയുന്നത് താൻ കുറച്ചു കാലം കൂടി നോക്കിയിരിക്കും, അതിനുശേഷം ബിജെപിയോ മറ്റേതെങ്കിലും പാർട്ടിയോ എന്നതിനെ സംബന്ധിച്ച് എന്തായാലും ഒരു ഉറച്ച നിലപാടിലേക്ക് എത്തുകയാണ് എസ് രാജേന്ദ്രൻ. സന്ദീപ് രാജാക്കാടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.